ഗുഡ് ഈവനിങ്. ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാര്യം നമ്മുടെ കൺമുന്നിൽ കാണുന്ന കുറച്ച് കാര്യങ്ങൾക്ക് നമ്മൾ റിയാക്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിന് ഒരു ഒരു പരിധി വരെ നമുക്ക് അതിനോട് പറയാൻ പറ്റുന്നതാണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ആക്ച്വലി ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ വിഭജിക എന്ന ഒരു യുവതി തൻ്റെ മകളെ 1.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് അതങ്ങോട്ട് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഇത് കഴിഞ്ഞ് ആ ഒരു സമയത്താണ് ഇപ്പോൾ അടുത്തത് അതുല്യ. ഈ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഹം ഒരു കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ദേഹത്തിനൊരു തളർച്ചയാണ് ഉണ്ടാകുന്നത്. ഒരു വിവാഹത്തിന് ശേഷം ഒരു സ്ത്രീ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവുമൊത്ത് ഒരു ജീവിതം ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് അവർ ജീവിതത്തിലേക്ക് വരുന്നത്. ചില സൈക്കോ പാത്തോകളെ കെട്ടിക്കഴിയുമ്പോഴത്തേക്കിനും അവരുടെ ജീവിതം തന്നെ ഇല്ലാതായി പോകും. ആ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലാണ് അതുള്ളത്. ഈ അതുല്യയുടെ കേസിലും അതാണ്. പലരും ചോദിക്കും എന്തിനാണ് സൂയിസൈഡ് ചെയ്തത്, എന്തിനാണ് ആത്മഹത്യ ചെയ്തത്. പലരും പിന്നീട് ചോദിക്കുന്നതുണ്ട്, അടിയും ഇടിയും കൊണ്ടാൽ എന്താ ജീവിക്കരുതോ, ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, അത് സ്വന്തമായിട്ട് ചിന്തിക്കണം. എന്താണെന്നറിയോ, ഇപ്പം ഈ കുട്ടിയുടെ അവസ്ഥ എന്താണ് ഉണ്ടായത്? അവൾക്ക് ഇനി ജീവിക്കണ്ട എന്ന് തോന്നിയ ഒരു അവസ്ഥയിലാണ് അവൾ സൂയിസൈഡ് ചെയ്തത്. അവളുടെ കുഞ്ഞിനെ പോലും ഓർത്തില്ല. എന്തുകൊണ്ടാണ്? ഇനി അതായത് അവളുടെ ജന്മദിനത്തിൻ്റെ അന്ന്, ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതിൻ്റെ അന്ന് അവൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം അവൾ മാനസിക പീഡനം അനുഭവിച്ച് കാണും. ഏകദേശം അതായത് 30 വയസ്സുണ്ട് ഇപ്പം അവൾക്ക്. 18ാമത്തെ വയസ്സിലാണ് അവൾ കല്യാണം കഴിച്ചത്. അപ്പോൾ ഇത്രത്തോളം വർഷം, അപ്പം ആൾക്കാർ ഇത്രയും കാലം കൂടെ നിന്നിട്ട് അറിഞ്ഞില്ലയോ, കേട്ടില്ലയോ, സഹിച്ചില്ലയോ, ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാവോ? അയ്യോ സഹിച്ചില്ലയോ, നിനക്കറിയില്ലയോ എന്ന് പറയുന്നവരോട് നമ്മൾ സഹിക്കുവാണ്. എന്തിനാണെന്നറിയാവോ? ഈ ഒരു നല്ല ജീവിതം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് അവൾ ഇത്രത്തോളം സഹിച്ചത്. പക്ഷെ ഒരു സൈക്കോ, അതായത് ആ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ കാണുന്നുണ്ട് അടിച്ച് ഇതാക്കുന്നതും ആ കാണിക്കുന്ന എക്സ്പ്രഷൻ, ആ വീഡിയോ എടുത്തതിൻ്റെ അതിനകത്ത് നല്ല വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അത് തന്നെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്, അതായത് കള്ള് കുടിച്ച് ഇന്ന് നടക്കുന്ന സംഭവം നാളെ അയ്യോ എന്നോട് ക്ഷമിക്ക്, ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അവൾ ആ സ്നേഹം കൊണ്ട്, അവൾ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് അവൾക്ക് കിട്ടിയ അടിയും ഇടിയും ഓക്കെ പോട്ടെന്ന് വിചാരിക്കും. പക്ഷെ അവിടാണ് തെറ്റുപറ്റിയത്. നമ്മളൊരു ജീവിതം വീണ്ടും ഓക്കെ നല്ല രീതിയിലാകുമെന്ന് കരുതി എത്രത്തോളം സ്വപ്നം കണ്ടിട്ടായിരിക്കും ആ കുട്ടി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി. പക്ഷേ ചില സൈക്കോപാത്തോളെ കെട്ടിക്കഴിഞ്ഞാൽ ജീവിതം ഏറ്റവും, അതായത് അവരുടെ സ്വപ്ന തുല്യമായ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. കല്യാണത്തിന് ശേഷം ആ നഷ്ടപ്പെട്ടത്. എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ളവർ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു കുടുംബം, അതോടുകൂടി ആ കുടുംബം, അതായത് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ, അവരുടെ സഹോദരങ്ങൾ എത്രത്തോളം വേദനകൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ കാണും. അയ്യോ ഇത്ര നാളും നീ സഹിച്ചില്ല, നീ അങ്ങ് സഹിക്കെന്ന് പറയുന്ന ആൾക്കാർ കാണും. കൗൺസിലിംഗ് എടുക്കുമെന്ന് പറയുന്ന ആൾക്കാർ കാണും. പക്ഷേ അവരുടെ കൂടെ ജീവിക്കുന്നവർക്കേ അതിൻ്റെ പ്രശ്നങ്ങൾ അറിയത്തുള്ളൂ. ദൂരെ നിന്ന് അവിടെ ഇവിടെ നിന്ന് പറയുന്ന ആൾക്കാർക്ക് എന്തും പറയാം, മനസ്സിലായില്ലേ? അപ്പം ജീവിതത്തിലേക്ക് ഇറങ്ങുന്നവർക്ക് ഒരാൾ സ്വന്തം തെറ്റ് എന്താണെന്ന് സ്വയം തിരുത്താതെ വേറൊരാൾക്ക് ഒരിക്കലും അതിനകത്തൊരു മാറ്റം വരുത്താനായിട്ട് പറ്റത്തില്ല. എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഇതുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾ വിവാഹം കഴിപ്പിക്കാതിരിക്കുക. 1. 2, സ്വയം മനസ്സിലാക്കുക. ഓക്കെ, അവൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവനൊരു ഡ്രഗ്, അതായത് കള്ള് കുടിച്ച് ബോധമില്ലാതെ എന്താ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. അപ്പോൾ അവൻ സ്വയം തിരുത്തണം, എൻ്റെ പ്രശ്നം കള്ളുകൂടിയാണ്. അപ്പോൾ അവനത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അവൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നില്ല, അതിനകത്ത് നല്ല വ്യക്തമായിട്ട് അവരുടെ കൂട്ടുകാർ പറയുന്നുണ്ട്, മോൾക്ക് അപ്പനെ പേടിയാണ്. ഒരിക്കലും ഒരു മോൾക്ക് അപ്പനെ പേടിയോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമല്ലായിരുന്നു എന്നാണ് പറയുന്നത് അതിനകത്ത് നമ്മൾ കേട്ടതിനകത്ത്. അപ്പം എന്തുകൊണ്ടും അവളുടെ ജീവിതം അവൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്, അവളുടെ ഏറ്റവും നല്ലൊരു ദിവസം, അതായത് ബർത്ത്ഡേയുടെ ദിവസം തന്നെ അവൾ അങ്ങനെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുവെങ്കിൽ, അവൾ ഇത്രത്തോളം അവളുടെ ജീവിതത്തിൽ കഷ്ടത അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ, അതിന് പിന്നാലെ ആ ഒരു ജീവിതം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചതിന് പിന്നാലെ അത്രയധികം അവൾക്കിനിയും ജീവിക്കണം എന്ന് തോന്നാത്തൊരവസ്ഥ വന്നു കാണും. അതുകൊണ്ടായിരിക്കും.
അപ്പോൾ കുറ്റപ്പെടുത്താനും ശാസനകൾ പറയാനും ഒരുപാട് പേര് കാണും. പക്ഷെ ഒരു ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ സ്വയം തിരുത്താൻ തയ്യാറാകാത്ത ഒരാളുടെ കൂടെ ഒരിക്കലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദയവ് ചെയ്ത് അവിടെ ഇവിടെ ഇരുന്ന ആൾക്കാർ പറയരുത്. ആ ഒരു കമൻറ്റ് ബോക്സ് നടത്തരുത്. അത് ഇതുപോലുള്ള തൂങ്ങിമരണങ്ങൾ കൂടും. മനസ്സിലായില്ലേ? അപ്പം ഇതിപ്പോൾ രണ്ടാമത്തൊരവസ്ഥയാണ്. ഇങ്ങനെയുള്ള സൈക്കോകളുടെ കൂടെ ശരിക്കും ജീവിക്കുന്നതിനെക്കാട്ടും നല്ലത് ഒറ്റയ്ക്ക് നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു പക്ഷേ അവൻ സ്വന്തമായിട്ടൊരു തിരുത്തൽ വരുത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സൂയിസൈഡ് ഉണ്ടാവത്തില്ലായിരുന്നു. പക്ഷേ അങ്ങനെ സ്വയം തിരുത്താൻ കഴിയാത്ത ഒരാളുടെ കൂടെ വീണ്ടും ജീവിതം മുന്നോട്ട് കെട്ടിപ്പൊക്കി എന്നെങ്കിലും ശരിയാകുമെന്ന് ഓർത്തിട്ടായിരിക്കും അവൾ ഇത്രത്തോളം ഒക്കെ സഹിച്ചത്. പക്ഷേ അത് അവളുടെ ആ സഹനങ്ങളൊന്നും ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമായില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ അവരെ എങ്ങനെയെങ്കിലും ആ ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യിക്കുക. അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ നിന്ന് നമ്മൾ അവരെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. നമുക്കൊരു നല്ലൊരു ഫ്രണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സഹോദരങ്ങളാണ്, നമുക്കറിയാവുന്ന ഒരു സുഹൃത്തുക്കൾ നമ്മുടെ പരിചയക്കാരോ ആണെന്നുണ്ടെങ്കിൽ അവരോട് പറയുക. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കുക. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക, അടിയും ഇടിയൊക്കെ ഏതൊരു പെണ്ണും സഹിക്കും. പക്ഷേ അവർക്ക് സഹിക്കുന്നതിനേക്കാൾ അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാട്ടിലും കൂടുതൽ വേദനകളാകുമ്പോഴാണ് ഇതൊരു തൂങ്ങിമരണത്തിലേക്ക് എത്തുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. സമൂഹം പലതും പറയും, പക്ഷേ ഒരു കിടപ്പറയിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരുപാട് വേദനകൾ വിഷമങ്ങൾ ഉണ്ടാകുന്നത് എല്ലാവരോടൊന്നും പറയാൻ പറ്റത്തില്ലായിരിക്കും. ഓക്കെ, ഒരുപാട് വേദനകൾ വിഷമങ്ങൾ അവൾ സഹിച്ചു കാണും അല്ലേ? അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലായപ്പോഴാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയത്. ഇതിലേക്ക് ഒരു പെണ്ണും പോകാൻ ഇടവരുത്തരുത്. ഇനി ഒരു തൂങ്ങിമരണം ഉണ്ടാവരുത്. എനിക്ക് നിങ്ങൾ സ്ത്രീകളോടാണെങ്കിലും പറയാനുള്ളത് എന്നാന്ന് പറഞ്ഞാൽ, നമ്മൾ അതായത് ഒരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക. എന്താണ്, നമുക്ക് നമ്മളിലൊരു റെസ്പെക്റ്റ് വേണം, വിശ്വാസം വേണം. എനിക്ക് ജീവിക്കാൻ പറ്റും, അല്ല ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു എന്ന് സ്വന്തമായിട്ട് നമ്മൾ വിശ്വസിക്കുവാണ്. നമ്മളെ തന്നെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും സൂയിസൈഡ് അല്ലെങ്കിൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷേ ഒരു മോളുണ്ട് അല്ലേ, അപ്പോൾ അതിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ എങ്കിലും അവിടെ എല്ലാം ഒന്നും ഓർക്കാതെ ജീവിതം അവസാനിപ്പിച്ച് അവിടെ നിർത്തിയെങ്കിൽ അതിലെന്തെങ്കിലും കാരണം കാണും. ഒരിക്കലും നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ എങ്കിലും ഇനി ഒരിക്കലും ഒരു ആത്മഹത്യ അല്ലെ ഇതിങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടാവരുത്. കാര്യം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയിക്കാൻ ആരെയാണോ പറ്റുന്നത് അവരോട് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എസ്കേപ്പ് ആവുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ് അതിനർത്ഥമായിട്ട് വരുന്നത്. അതൊന്നിനും ഒരു പരിഹാരമല്ല. അപ്പോൾ ദയവ് ചെയ്ത് എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടുന്ന പരിഹാരമാണ് കാണേണ്ടത്. ഒരിക്കലും ആത്മഹത്യ അല്ല അതിൻ്റെ പരിഹാരം. ഓക്കെ, താങ്ക് യു.